1072 ക്യാമറയുള്ള 300 ക്രൂ ഉള്ള ഇത്രയും ആളുകൾ നിൽക്കുന്ന 3.5 കോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ നിന്നുകൊണ്ട് എൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മാത്രം ഒരു വിഡ്ഢിയല്ല ഞാൻ. നമ്മുടെ നെവിൻ നോമിനേഷനിൽ പറഞ്ഞ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെയും ആദിലയുടെയും കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്. അതായത് ഇത് ബാക്ക് ഫെയർ ചെയ്യും. നെവിനെതിരെ വീണ്ടും അടുത്തൊരു വൃത്തികെട്ട അലിഗേഷൻ. ഇതെന്തുവാടെ ഇത്? ഈ കുൽസിതമല്ലാതെ ഒരു തേങ്ങാ കൊലയും ഈ സീസണിനകത്തില്ല. എന്നെ തൊട്ടു, മാന്തി, പിച്ചി, എന്നെ കയറി പിടിച്ചു, എന്നെ എന്തോന്നിടേ ഇത്? എവിടെ നിന്ന് കിട്ടി ബിഗ് ബോസ് ഈ മരപ്പാഴുകളാ നിങ്ങൾക്ക്? ഇമാതിരി ഊള കണ്ടസ്റ്റൻസ്, ഞാൻ ആരെയും പേര് പറയുന്നില്ല, എല്ലാം ഭൂലോക തോൽവികളാണ്. എൻ്റെ പൊന്നേ, എന്നെ പീഡിപ്പിച്ചു എന്ന് പറയാത്ത ഭാഗ്യം. സത്യം, ഇതുപോലെ കഴുപ്പണം കിട്ട കുറേ എണ്ണം എവിടെ നിന്ന് തപ്പിക്കൊണ്ട് വന്നോന്ന് അടുത്തൂടെ പോയാൽ മതി. അയ്യോ, അവൻ എന്നെ പീഡിപ്പിച്ചു, അവൻ എന്നെ തോണ്ടി, മാന്തി, പിച്ചി. കുൽസിതമല്ലാതെ വേറെ ഒന്നും ഇവിടെ ചർച്ചയില്ല. സകല എണ്ണത്തിന്റെ മനസ്സിൽ കുൽസിതം മാത്രമേ ഉള്ളൂ. ഈ സീസൺ എന്താ ബിഗ് ബോസിന്റെ ടാഗ് ലൈൻ എന്താണ്? 7ന്റെ പണിയോ? അത് മാറ്റിക്കോ. ആ പണി മാറ്റിയിട്ട് ബോസണ്ണ 7ന്റെ കുൽസിതം എന്നാക്കിയാൽ മതി. കാരണം അമ്മാതിരി കുൽസിതം മാത്രമേ ഇതിനകത്തുള്ളൂ. നെവിനെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഇപ്പോൾ മോശമായിട്ട് തോന്നിയെങ്കിൽ ആ സ്പോട്ടിൽ പറയാം. മാത്രമല്ല, ഇത് ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, ഇത് എന്തോന്നിത്? ഇതെന്ത് വൃത്തികേടാണ്? ഇവിടെ ക്യാമറ ഇരിക്കുകയല്ലേ, ഇത്രയും മനുഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർക്കൊരു കാര്യം ചെയ്യും. ബിഗ് ബോസ് ഒരു ഇരുമ്പിന്റെ കൂട് ഉണ്ടാക്കണം, ഓരോരുത്തർക്കും കിടക്കാൻ. ഷാനവാസിന് കിടക്കാൻ ഒരു ഇരുമ്പിന്റെ കൂട്, രന ഫാത്തിമയ്ക്ക് കിടക്കാൻ ഒരു ഇരുമ്പിന്റെ കൂട്. എന്നിട്ട് പറ്റുമെങ്കിൽ നമ്മുടെ ആര്യനും ജിസേലും കിടക്കുന്ന കട്ടിലിന്റെ നടുക്കൊരു മതിലും കൂടെ കെട്ടണം. നിങ്ങളുടെ പരിപാടി സെറ്റ് ആയിട്ടില്ല ബിഗ് ബോസ്. ഇതിങ്ങനെ പറ്റൂല. ഈ പരിപാടി ഇങ്ങനെയല്ല നിങ്ങൾ വീട് ഉണ്ടാക്കാൻ. ഓരോരുത്തരെ ഓരോ കൂട്ടിനകത്തിടണം. എന്നിട്ട് അതിനകത്ത് നിന്ന് നിങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കണം. തത്തമ്മയ്ക്ക് ഇങ്ങനെ നമ്മൾ പാപ്പ ഇട്ട് കൊടുക്കുന്ന പോലെ ഇന്ന കച്ചോ എന്നും പറഞ്ഞിട്ട്. എന്തോന്നടേ ഇത്? ഒരു മെച്യൂരിറ്റി വേണ്ടേ? ഇമാതിരി നോമിനേഷൻ. ഷാനവാസ് ഇത് വളരെ മോശം. ഇങ്ങനെ അല്ല നോമിനേറ്റ് ചെയ്യാൻ. ഇതാണോ റീസൺ ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ? നിങ്ങൾക്ക് ഒരാൾ ഹഗ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടത് മോശമായി പോയെങ്കിൽ അത് അവിടെ പറയണം, അവിടെ കഴിഞ്ഞു. അല്ലാതെ ഇതെന്തോന്ന് നേഴ്സറി പിള്ളേരെ പോലെ വന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് നോമിനേഷനിൽ അതെടുത്ത് പറയാനായിട്ട്. ഷാനവാസിന് അങ്ങനെ തോന്നിയെന്നും പറഞ്ഞിട്ട് ആദിലെ നോമിനേറ്റ് ചെയ്യുന്നു. ഈ ആദിലേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ പ്രോഗ്രസീവായിട്ട് ഒരു വിപ്ലവം സമൂഹത്തിൽ ഉണ്ടാക്കി വന്ന ആദിലയൊക്കെ ഷാനവാസിന് അങ്ങനെ തോന്നിയെന്ന് പറയുമ്പോൾ എത്ര ശത്രുത നെവിൻ്റെ അടുത്തുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും അല്ല ആദില സംസാരിക്കേണ്ടത്. വളരെ മോശമാണ്, വളരെ മോശമാണ്. ബോസണ്ണ ടാഗ്ലൈൻ വെട്ടി 7ന്റെ പണി എന്നുള്ളത് മാറ്റി 7ന്റെ കുൽസിതം എന്നാക്കിയിട്ട് ഞാൻ പറയണില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.